വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി വന്ന ആളെ കണ്ടതും ആരുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. അവളുടെ കണ്ണിലെ തിളക്കം കണ്ടതും ശക്തി ആരുവിൻ്റെ കാലിൽ അമർത്തി ചവിട്ടി. ഡോ ചൂടാ, കാല് മാറ്റ്, ഞാനൊന്ന് വായി നോക്കിക്കോട്ടെ. അവനെ നോക്കിയാലേ നിന്റെ ഉണ്ടക്കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും. ഞാൻ ആരെ നോക്കിയാലും തനിക്കെന്താ? മിണ്ടാതെ നിൽക്കടി അവിടെ. ശക്തി, നീ എന്താ ഇവിടെ? തന്നെ കാണാൻ വന്നതാ. ഞാൻ മാത്രമല്ല, നിതയും ഉണ്ട്. ശക്തിയേട്ടാ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് വേറെ വഴിയില്ലാത്തത് കാരണം ഏട്ടനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നതാ. അച്ഛനേട്ടൻ്റെ സ്വത്തിൽ മാത്രം കണ്ണുണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചതും. മഹേശ്വരനായിട്ടുള്ള എൻ്റെ ഇഷ്ടം പറഞ്ഞ അച്ഛൻ ഇവനെ എന്തും ചെയ്യാനും മടിക്കല്ല. അതുകൊണ്ടാണ് വിവാഹത്തിൻ്റെ അന്ന് ഞങ്ങൾ പോവാൻ തിരഞ്ഞെടുത്തത്. ക്ഷമിക്കേട്ടാ എന്നോട്. സ്നേഹിക്കുന്നവരാണ് ചേരേണ്ടത്. എനിക്ക് വിഷമമൊന്നുമില്ല. നിങ്ങളൊന്ന് ഒന്നായി ജീവിച്ചാൽ മതി. ഏട്ടൻ ആരുവിനെയാണ് വിവാഹം ചെയ്തത് എന്നറിഞ്ഞപ്പോൾ സന്തോഷമായി അല്ലേ മഹേഷ് ഏട്ടാ? അതെ. അല്ല, ഇയാൾക്കെന്നെ ഓർമ്മയില്ലേ? അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ ഏട്ടനെ. അല്ല, നിങ്ങളെന്താ ഇവിടെ? എൻ്റെ ഫ്രണ്ട് ഇവിടെ അഡ്മിറ്റാണ്, കാണാൻ വന്നതാ. അപ്പോഴാണ് ശക്തി റൂമിലേക്ക് വരുന്നത് കണ്ടത്. നിത, ഒന്ന് വരുമോ? പോയി വാ. ശക്തി നിതയെ വിളിച്ച് പുറത്തേക്ക് പോയതും ആരു മഹേഷിനെ നോക്കി ചിരിച്ചു. ആരു, സുഖാണോ? എന്ത് സുഖം, ആ ചൂടനെയല്ലേ എനിക്ക് കിട്ടിയത്. ശക്തി പാവമാണ്, നിത പറഞ്ഞത് എൻ്റെ അറിവ്. നല്ല പാവം, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടക്കുന്നത്. അത് ചോദിക്കാൻ മറന്നു. എന്താ ആരുവിന് പറ്റിയത്? പിന്നെ നടന്നതെല്ലാം അവൾ അവനോട് പറഞ്ഞു. എന്തിനു ചിരിക്കുന്നത്? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഓ സോറി. അല്ല, ഇങ്ങോട്ട് കയറി വരുമ്പോൾ ശക്തി നിന്റെ കാലിൽ ചവിട്ടി നിൽക്കുന്നത് കണ്ടല്ലോ. അത് ഞാൻ തന്നെ വായി നോക്കി നിൽക്കുന്നത് കണ്ട. എന്നെയോ? അതെ. പിന്നെ അവൾ കാര്യം പറഞ്ഞു. അത് ശരി, അവൻ്റെ കണ്ണിൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതെ. അല്ല, ശരിക്കും എന്നോട് ഇഷ്ടമുണ്ടോ? എൻ്റെ ഏട്ടാ, ആളെ ഒന്ന് ഇളക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കഥയാണ്. ഇനി ഈ കഥ എവിടെ വരെ പോകും? അത് കുറച്ചു കാലം ഓടും. അവസാനം നിന്നോടുള്ള സ്നേഹം മുതൻ്റെ കാലൊടിക്കും അവൻ. സ്നേഹം, അതും എന്നോട്, ആ ചൂടന്. നടന്നത് തന്നെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു സ്നേഹവും ഇല്ല. കുറച്ച് നാൾ കഴിഞ്ഞ് അങ്ങേരെന്നെ ഡിവോഴ്സ് ചെയ്യും. അപ്പം ഞാനെന്ത് ചെയ്യും? അല്ല, ഏട്ടൻ്റെ അറിവിൽ വല്ല ചുള്ളൻ ചെക്കന്മാരും ഉണ്ടോ? ശക്തിയെ കൊണ്ട് നിന്നെ ഞാൻ സ്നേഹിപ്പിക്കും, നോക്കിക്കോ. നടക്കും, നന്നായി തന്നെ. അപ്പോൾ ഇന്ന് മുതൽ നീ എൻ്റെ കുഞ്ഞിപ്പെങ്ങളാണ്. ഒരു ചുള്ളനേട്ടനെ എനിക്ക് കിട്ടിയല്ലോ. മഹേഷ് ഏട്ടാ, പോവാം, ഇവർക്ക് ഡിസ്ചാർജായി. നിത ഉള്ളിൽ കയറാതെ പുറത്തുനിന്ന് പറഞ്ഞതും ശക്തി ആരുവിൻ്റെ അടുത്തേക്ക് വന്നു. എന്ന് ശരി, ഞങ്ങൾ ഇറങ്ങുക. മഹേഷ് ഏട്ടാ, നമ്പർ തന്നില്ല. ഓ സോറി, മറന്നു. രാത്രി വിളിക്കാം. ശരി ഡാർലിംഗ്. ഇതും പറഞ്ഞ് മഹേഷ് അവളെ കെട്ടിപ്പിടിച്ചതും ശക്തി ദേഷ്യത്തിൽ വിറച്ചു നിന്നു. അവർ പോയതും ആരു തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ദേഷ്യത്തിൽ നിൽക്കുന്ന ശക്തിയെ കണ്ടത്. എന്താ ചൂടാ, നല്ല ദേഷ്യത്തിലാണല്ലോ. അവൻ ആരടി നിന്റെ? ഇപ്പം ആരുമല്ല, ഇനി ആരെങ്കിലും ആവോ എന്നറിയില്ല. പെട്ടെന്ന് അവൻ അവളെ ചുമരിലേക്ക് ചേർത്ത് പിടിച്ചതും അവൾ ഞെട്ടി. നീ എൻ്റെയാ, എൻ്റെ മാത്രം, ഓർക്കും വിട്ടുകൊടുക്കില്ല, കേട്ടോടി പൊന്ന മോളെ. അവൻ അലറി പറഞ്ഞതും ആരു അവനെ മിഴിച്ചു നോക്കി നിന്നു. ഈ സമയം ആരുവിനെ എങ്ങനെ ശക്തിയിൽ നിന്ന് അകറ്റാനുള്ള പ്ലാനിങ്ങിലായിരുന്നു ആകാശ്. ശക്തി പറഞ്ഞു നിർത്തിയതും ആരു അന്തം വിട്ട് അവനെ നോക്കി നിന്നു. എന്താ പറഞ്ഞത്? ചൂടന് എന്നെ ഇഷ്ടമാണെന്നോ? ഞാൻ എപ്പോൾ പറഞ്ഞു? ഇപ്പോൾ? അത് നിന്റെ തോന്നലാണ്. വേഗം റെഡിയായി വാ, ഡിസ്ചാർജ് ആക്കി. അല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. വേഗം പാടി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം നോക്കി പോകും. ആരു പിന്നെ വേഗം ഫ്രഷായതും അവിടെ നിന്നിറങ്ങി. ചൂടാ, എനിക്ക് പേരുണ്ട്. എനിക്ക് ചൂടാന്ന് വിളിക്കാനാ ഇഷ്ടം. പിന്നെ ഞാൻ പറയാൻ വന്നത്. എന്താ? എനിക്ക് മഹേഷ് ഏട്ടനെ കെട്ടിച്ചു തരുമോ? എൻ്റെ കൈ കൊണ്ട് നിനക്ക് ചാവണോ? അല്ല, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? വീട്ടിലേക്ക് ഈ വഴിയല്ലല്ലോ. നമ്മൾ ഹണിമൂൺ ആഘോഷിക്കാൻ പോവുക. സത്യം? മിണ്ടാതിരിക്കടി കുരുപ്പേ. പെട്ടെന്ന് വണ്ടി ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി നിന്നതും ആരു ശക്തിയെ നോക്കി. നമ്മളെന്താ ഇവിടെ? നീ ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ പോയിട്ട് വേഗം വരാം. അവൾ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് അവൻ പോയതും അവൻ പോകുന്നതും നോക്കിയിരുന്നു. എന്നാലും എന്താവും ഇവിടെ? അറിയണം, അതിന് വഴിയിറങ്ങാം. അവൾ വേഗം ഡോറ് തുറന്നിറങ്ങിയതും അകത്തേക്ക് നടന്നു. എന്താ കുട്ടി, ആരെ കാണാനാ? കുറേ നേരമായല്ലോ ചുറ്റി നടക്കുന്നു.
സുന്ദരന്മാരായ 2 പോലീസുകാർ വന്ന് അവളോട് ചോദിച്ചതും അവൾ അവരെ നോക്കി. ഞങ്ങളെ നോക്കാതെ കാര്യം പറയൂ. എൻ്റെ ഭർത്താവിനെ കാണാനില്ല. എന്ന കംപ്ലൈൻറ്റ് എഴുതിത്താ, ഞങ്ങൾ കണ്ടുപിടിച്ചു തരാം. കംപ്ലൈൻറ്റ് എന്തിനാ? SIയുടെ റൂമിലിരിക്കുന്ന ചൂടനെ കാണാനാ, ആരു മനസ്സിലോർത്തു. എന്താ കുട്ടി ആലോചിച്ച് നിൽക്കുന്നത്? അല്ല, ഈ കംപ്ലൈൻറ്റ് തന്നാൽ മാത്രം കുട്ടിയുടെ ഭർത്താവിനെ കുട്ടിയുടെ മുൻപിൽ കൊണ്ടു നിർത്താൻ പറ്റൂ ഞങ്ങൾക്ക്. ഈ സ്റ്റേഷനുള്ളിലിരിക്കുന്ന ചൂടനെ കാണാൻ കംപ്ലൈൻറ്റൊക്കെ കൊടുക്കണോ? എന്താ കാലത്തിൻ്റെ ഒരു പോക്ക്, ആരു മനസ്സിലോർത്തു. അവൾക്ക് വേഗം ഒരു പേപ്പർ കൊടുത്തതും അവൾ പേപ്പർ വാങ്ങി പിന്നെ എന്തൊക്കെയോ ആലോചിച്ച് എഴുതി. ദാ സാർ. അയാൾ ചിരിയോടെ കൊടുത്തതും അയാൾ ആ പേപ്പർ വാങ്ങി. എൻ്റെ ഭർത്താവ് വന്നല്ലോ. കുട്ടി എന്താ പറഞ്ഞത്? ദാ വരുന്നതാ എൻ്റെ ഭർത്താവ്. അല്ല, അപ്പോൾ ഈ കംപ്ലൈൻറ്റ് എന്താ? നീ ഇവിടെ, നിന്നോട് കാറിലിരിക്കാനല്ലേ പറഞ്ഞത്? നിങ്ങളെ കാണാതായപ്പോൾ വന്നതാ. ഈ കുട്ടിയുടെ ആരാ സാർ? ഹസ്ബൻഡാണ്. എന്നിട്ടാണ് കുട്ടി സാറിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കംപ്ലൈൻറ്റ് തന്നത്. ആരു, എന്താ ഇത്? നിങ്ങളെ കാണാതായപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവർ ചോദിച്ചു എന്താ ഇവിടെ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവിനെ കാണാനില്ലെന്ന്. നിങ്ങൾ ഉള്ളിലായിരുന്നില്ലേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇവർ പറഞ്ഞു കംപ്ലൈൻറ്റ് എഴുതി തരാൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ എൻ്റെ മുൻപിൽ കൊണ്ട് നിർത്തി തരാമെന്ന്. അതുകൊണ്ട് ഞാൻ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തു. അപ്പം നിങ്ങൾ വന്നു. അവൾ പറഞ്ഞു നിർത്തിയതും ശക്തി അവളെ മിഴിച്ച് നോക്കി നിൽക്കുന്നു. പോലീസുകാരുടെ അവസ്ഥ കണ്ട് ചിരി കടിച്ചു പിടിച്ചു നിന്നു അവൻ. സാറിനെന്തോ ചെറിയ ദുരന്തം വരാനിരുന്നതാ, പക്ഷെ വന്നത് സാറിൻ്റെ വൈഫിൻ്റെ രൂപത്തിലായെന്ന് മാത്രം. വലുതാണ് സാർ. സാർ എങ്ങനെ സഹിക്കുന്നു ഇതിനെ? അത് ശരി, നിങ്ങൾ ഈ ചൂടൻ്റെ ഭാഗത്താണോ? നിങ്ങളറിയോ ഞാൻ പോവുക? അത് ഞങ്ങൾക്ക് കുറച്ചു മുൻപ് മനസ്സിലായി. ചെറിയ വട്ടുണ്ട്, അതൊഴിച്ച വേറെ കുഴപ്പമൊന്നുമില്ല. ചൂട, ഞാൻ ശരിയെന്നാ, ഇനി നിന്നാൽ ശരിയാവില്ല. ഒരു മിനിറ്റ് ചൂട, നിൽക്ക്. എന്താ ഇനി? സാറുമാരെ, നിങ്ങളുടെ പേരെന്താ? അതുൽ, വിവിൻ. ഞാൻ ആരാധ്യ, എല്ലാവരും ആരു എന്ന് വിളിക്കും. അപ്പം ശരി പോലീസേട്ടന്മാരെ, പിന്നെ കാണാം. ആ ശരി. രണ്ടാളും അവളോട് കൈ കാണിച്ചതും അവളും തിരിച്ച് കൈ കാണിച്ച് ശക്തിക്കൊപ്പം നടന്നു. ശക്തിയുടെ വീട്ടിൽ കാറ് കൊണ്ട് നിർത്തിയതും ആരു ആകാശൻ അവിടെ കണ്ട് അവൻ്റെ അടുത്തേക്ക് ചിരിയോടെ നടന്നു. അവൻ ശക്തിയെ പുച്ഛത്തോടെ നോക്കി ആരുവിനെ കെട്ടിപ്പിടിച്ചതും ശക്തി ആകാശിനെ ദേഷ്യത്തിൽ പിറകിൽ നിന്ന് ചവിട്ടി. ആരു വീഴാൻ പോയെങ്കിലും ശക്തി അവളുടെ കൈ പിടിച്ചു. ആകാശ് നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടതും ആരു ശക്തിയുടെ കൈ തട്ടി മാറ്റി ആകാശിൻ്റെ അടുത്തേക്ക് ഓടി. ശക്തി ഈ സമയം ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ആകാശിൻ്റെ അടുത്തേക്ക് പാഞ്ഞു. ശക്തി വരുന്നത് കണ്ടതും ആരു ശക്തിയെ തടഞ്ഞു. എന്താ ശക്തിയായിട്ട് ഈ ചെയ്യുന്നത്? ആരു, മാറി നിൽക്ക് മുൻപിൽ നിന്ന്. ഇല്ല, നിന്നോടൊല്ലടി മാറി നിൽക്കാൻ പറഞ്ഞത്. ശക്തി ദേഷ്യത്തിൽ അലറി പറഞ്ഞതും ആരു പേടിയോടെ വേഗം മാറി. നിന്നോട് ആരാ എൻ്റെ വീടിൻ്റെ പടി കയറാൻ പറഞ്ഞത്? ഞാൻ ആരുവിനെ കാണാൻ വന്നതാ. അവളെ കാണാൻ നീ ആരടാ? കുറച്ചുനാൾ കഴിഞ്ഞ എൻ്റെ പെണ്ണിവളായിരിക്കും. ആകാശ് ശക്തിയുടെ കാതിൽ പറഞ്ഞതും ശക്തി അവനെ പുച്ഛത്തോടെ നോക്കി. എന്താടാ നിനക്ക് പുച്ഛം? ആരു, അവൾ എൻ്റെ മാത്രം ആയിരിക്കും. ഒരിക്കലും നിനക്കവളെ കിട്ടില്ല. നമുക്ക് നോക്കാം. പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. ആരു, ഞാൻ പോകുന്നു, പിന്നെ വരാം. ഇവൻ എന്നെയും ആരുവിനെയും സംശയമാണെന്ന്. അപ്പം ശരി. ശക്തിയേട്ടാ, എന്താ ആകാശേട്ടൻ പറഞ്ഞതിൻ്റെ അർത്ഥം? നീ അകത്തേക്ക് പോ, ഞാനിപ്പോൾ വരാം. അവൻ വേഗം കാറുമെടുത്ത് പോയതും ആരു ദേഷ്യത്തിൽ അകത്തേക്ക് നടന്നു. ഏട്ടത്തി? ആരോടാ നിന്റെ ഏട്ടത്തി? നീ അല്ലാതെ ആരാ? അല്ല, എന്താ ദേഷ്യത്തിൽ? ആകാശേട്ടൻ്റെ ശക്തിയേട്ടൻ അടിച്ചു. സത്യമാണോ? അതെ. നന്നായി. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, വെറുതെ. നിന്നോട് പറഞ്ഞ് എന്നെ വേണം തല്ലാൻ. അവൾ റൂമിലേക്ക് കയറിപ്പോയതും അവൻ TV നോക്കിയിരുന്നു. ശക്തി, എന്തു പറ്റി? അവൻ ആകാശ് കണ്ണെൻ്റെ പെണ്ണിൻ്റെ മേത്താണ്. അവളെ നേടാൻ എന്തും ചെയ്യും അവൻ. ആകാശിനെതിരെയുള്ള കേസ് എന്തായി? അന്വേഷിക്കുന്നുണ്ട്. വൈകാതെ അവൻ ജയിലിലാവും. ആരു, അവളെ സത്യങ്ങൾ അറിയിക്കണം വൈകാതെ. പെട്ടെന്ന് നീരവിൻ്റെ കോൾ ബെല്ലടിച്ചതും ശക്തി അവൻ പരുങ്ങുന്നത് നോക്കി. ആരാടാ വിളിക്കുന്നത്? അത് ചെപ്പു. പുറത്ത് കറങ്ങാൻ പോകാമെന്ന് വാക്കുകൊടുത്തു പോയി. വിവാഹം ഉറപ്പിക്കുന്നതിന് മുൻപ് ഈ കറക്കം വേണോ? അത് ഞാനും അവളോട് ചോദിച്ചു. അപ്പം പറയാ കൂടെ അവളുടെ 7 കസിൻസ് ഉണ്ടെന്ന്. അപ്പം കുഴപ്പമില്ല, പോയി വാ. നിനക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷേ പൈസ പോകുന്നത് എൻ്റെയാ. അനുഭവിച്ചോ?
അപ്പോൾ പോയി വാ. ശക്തി ഇറങ്ങിയതും നീരവും ഇറങ്ങി. ആരു, എന്താ? പോയിരുന്ന് പഠിക്ക്. കുറച്ച് കഴിഞ്ഞ് പഠിക്കാം. ഇപ്പം തന്നെ 7 മണിയായി, അതുകൊണ്ട് പോയിരുന്ന് പഠിക്ക്. ഇങ്ങനെ ഞാൻ. എന്താ? ഒന്നുമില്ല. ആരു റൂമിലേക്ക് പോയതും ഫോണിൽ ഗെയിം കളിച്ചിരുന്നു. ഈ സമയം ശക്തി റൂമിലേക്ക് കയറി വന്നതും കുളിക്കാൻ കയറിയതും അറിയാതെ ആരു ഗെയിമിൽ മുഴങ്ങിയിരുന്നു. ആരു, എന്താ ഉണ്ണി? നീ ഭക്ഷണം കഴിക്കാൻ വാ. ഓ, രക്ഷപ്പെട്ടു. നിന്റെ ഏട്ടൻ വിചാരിച്ചു കാണും ഞാൻ പഠിക്കാന്ന്. ഏട്ടൻ ഇത്ര നേരം ഈ റൂമിലായിരുന്നു, ഇപ്പൊ പുറത്തേക്ക് പോയുള്ളൂ. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതെങ്ങനെയ്യാ? ഗെയിം കളിച്ച് അതിൽ ത്രില്ലടിച്ച് കിടക്കുമായിരുന്നില്ലേ നീ? ഇനി ചൂടൻ ഇതിന് എന്ത് പണിയാവോ തരാൻ പോകുന്നത്? വാ, പോയി ഭക്ഷണം കഴിക്കാം. ആരു ഉണ്ണിയിരുന്നതും അടിച്ചു കയറ്റാൻ തുടങ്ങി. എല്ലാവരും കഴിച്ചു കഴിഞ്ഞതും ആരു കിച്ചൺ ക്ലീൻ ചെയ്യാൻ അമ്മയ്ക്കൊപ്പം നിന്നു. പിന്നെ പണി കഴിഞ്ഞതും ഉറക്കം തൂങ്ങി റൂമിലേക്ക് വന്നു. ഹലോ, നീ എങ്ങോട്ടാ? കിടക്കാൻ. കിടക്കാതെ പോയിരുന്ന് പഠിക്ക്. സമയം 10 മണിയായി, എനിക്ക് ഉറങ്ങണം. കുറച്ചു മുൻപേ ഞാൻ പഠിക്കാൻ വിട്ടപ്പോൾ മോളെന്താ ചെയ്തത്? അത് പിന്നെ ആ സമയം നീ ഇരുന്ന് പഠിച്ചെങ്കിൽ ഇപ്പം നിനക്ക് അസുഖമായി ഉറങ്ങായിരുന്നു. പക്ഷേ ഇനി രക്ഷയില്ല. അതുകൊണ്ട് ഈ ചാപ്റ്റർ മുഴുവൻ ഇരുന്ന് പഠിക്ക്. ഇത് കുറേ ഉണ്ട്, ആകെ കൂടി 5 പേജ്. നാളെ പോരെ? പറ്റില്ല, പോയി പഠിക്കടി. അതോ ഇനിയും ടോപ്പിക്ക് തരണോ? കാലൻ എന്നെ കൊന്നേ അടങ്ങൂ. എൻ്റെ വിധി. അവൾ ഓരോന്ന് പിറപുറത്തിരുന്ന് പഠിക്കാനിരുന്നു. സമയം കടന്നു പോയതും ആരു ടേബിളിൽ തലവെച്ചുറങ്ങി. അത് കണ്ടതും ശക്തി വെള്ളം അവളുടെ മുഖത്ത് തെളിച്ചു. ഡോ ചൂടാ, എന്ത് പണിയെ കാണിച്ചത്? എൻ്റെ ഉറക്കം പോയി. പോവാൻ വേണ്ടി തന്നെയാ ചെയ്തത്. അതുകൊണ്ട് പഠിക്ക്. ഈ ഭാഗം കൂടെയല്ലേ ഉള്ളൂ, ബാക്കി നാളെ പഠിക്കാം. അവൾ അവനെ ദേഷ്യത്തിൽ നോക്കി. ആ ഭാഗം പഠിച്ചു തീർത്തതും വേഗം കിടന്നത് ഉറക്കത്തിലേക്ക് വീണു. ശക്തി ചിരിയിൽ അത് നോക്കി നിന്ന് അവളെ ചേർത്ത് പിടിച്ചുറങ്ങി. രാവിലെ ആരു അലാറം അടിക്കുന്നത് കേട്ടതും ചെവി പൊത്തി പിടിച്ചു. ആരു, എഴുന്നേൽക്ക്. സമയം 4 മണിയല്ലേ ആയിട്ടുള്ളൂ, പിന്നെന്തിനാ എഴുന്നേൽക്കുന്നത്? ബാക്കി കുറച്ചുകൂടെ നോക്കാനില്ലേ? അത് എഴുന്നേറ്റ് ഫ്രഷായി പഠിക്ക്. ഇല്ല, ഞാൻ ഉറങ്ങാൻ പോവുക. ആരു വീണ്ടും മൂടിപ്പതിച്ച് കിടന്നതും ശക്തി അവളെ പൊക്കിയെടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. ശക്തി ഒരു ബക്കറ്റ് വെള്ളം അവളുടെ മേത്തേക്കൂടെ ഒഴിച്ചതും അവൾ അവൻ്റെ നെഞ്ചിൽ കടിച്ചു. ഡി, എന്താ ചെയ്തത്? എനിക്ക് നിങ്ങളെ കടിക്കാൻ തോന്നി, കടിച്ചു. നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ പോയി കുളിക്കാൻ. അപ്പം നിനക്ക് മടി, അത് മാറ്റാനാ വെള്ളം തലവഴി ഒഴിച്ചത്. ഇനി മോളെ കുളിച്ച് വേഗം ഇറങ്ങിക്കോ. പൊട്ടി. ആരു വാതിൽ കുറ്റിയിട്ട് പറഞ്ഞതും ശക്തി കള്ളച്ചിരിയിൽ നിന്നു. അതെ, മോള് ഡ്രസ്സ് എടുത്തോ? ശക്തി പെട്ടെന്ന് വാതിൽ തട്ടി ചോദിച്ചതും ആരു അകത്ത് നാവ് കടിച്ചു നിന്നു. എൻ്റെ ഈശ്വര, ഡ്രസ്സ് എടുക്കാൻ മറന്നല്ലോ. ഇനി എന്ത് ചെയ്യും? റൂമിൽ നിന്ന് ഇറങ്ങി പോവാൻ പറയാം, അപ്പോൾ ഡ്രസ്സ് എടുത്ത് വരാലോ. ചൂടാ, ഒന്ന് പുറത്തിറങ്ങി നിൽക്കുമോ? ഞാൻ ഇറങ്ങാനിപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇങ്ങനെ ഞാനൊന്ന് കൂടെ പതപ്പിച്ച് നോക്കാം. എൻ്റെ ആവശ്യമായി പോയില്ലേ? ശക്തിയേട്ടാ, ഒന്ന് പുറത്ത് പോവോ പ്ലീസ്? ഞാൻ പോവില്ല. എന്നാൽ ഞാൻ നേരെ അങ്ങോട്ട് വരും. അപ്പോഴോ? എന്നാൽ ഇറങ്ങി വാടി. ഞാൻ ഉറപ്പായി വരും. എന്നാൽ ഞാൻ കയറി പിടിക്കും. ഇയാളെ ഞാൻ പൊട്ടിത്തണ്ടി. എൻ്റെ ഈശ്വര, എന്ത് ചെയ്യും? ഞാൻ ഇറങ്ങിപ്പോകാനും പറ്റാത്ത അവസ്ഥയായല്ലോ. ഞാൻ പുറത്തു പോണോ? പോവോ? പോവാം, പക്ഷേ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ പറഞ്ഞു തുളയ്ക്ക്. ഞാൻ പറഞ്ഞാ നീ ചെയ്യുമോ? എന്തും ചെയ്യും. എന്താ ഉറപ്പ്? എൻ്റെ പേര് ആരാധ്യ എന്നാണെങ്കിൽ ഞാൻ ചെയ്തിരിക്കും. പറ, ഇവിടെ തണുത്തിട്ട് നിൽക്കാൻ വയ്യ. ഇന്ന് നീ സാരി എടുക്കണം, അതും രാവിലെ മുതൽ രാത്രി വരെ. സാരിയോ? അതെ. ഓക്കെ, സമ്മതിച്ചു. ഇനി പുറത്തു പോ. അതിനെൻ്റെ കണ്ടീഷൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്താ? രാവിലെ എനിക്കൊരു കോഫി കൊണ്ടുവരണം. അതുപോലെ എല്ലാവർക്കും നീ കൊണ്ടു കൊടുക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നീ തന്നെ ഉണ്ടാക്കി തരണം. പിന്നെ എൻ്റെ കാറ് വാഷ് ചെയ്യണം. ഹാവ്, ബുള്ളറ്റില്ല. പിന്നെ ബുള്ളറ്റും മോശം. പിന്നെ ഈ വീട് മൊത്തം അടിച്ചുമാരി തുടയ്ക്കണം. ഞാനോ? അതെ. ഇനിയും വേണോ? വേണ്ട, ഇത് തന്നെ ധാരാളം. എന്ന് ഞാൻ പുറത്ത് പോവാ. വേഗം ഡ്രസ്സ് മാറിക്കോ. ശക്തി വാതിൽ തുറന്ന് പുറത്തു പോയി കണ്ടതും ആരു വേഗം സാരി കയ്യിലെടുത്ത് ദേഷ്യത്തിൽ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. അമ്മേ, വാതിൽ തുറക്ക്. ദാ വരുന്നു മോളെ. അമ്മ വാതിൽ തുറന്നതും മുൻപിൽ നിൽക്കുന്ന ആരുവിനെ കണ്ട് ഞെട്ടി. എന്താ മോളെ സാരിയൊക്കെ ഇട്ട് എങ്ങോട്ടെങ്കിലും പോവുകയാണോ? ആരാ ചേഞ്ച് ആഗ്രഹിക്കാത്തത് അമ്മേ? എന്നാലും അമ്മ ഇത് പിടിക്ക്, അച്ഛനും കോഫിയുണ്ട്.
ആരു അമ്മയുടെ കയ്യിൽ കോഫി കൊടുത്തു പോയതും അമ്മയും അച്ഛനും മുഖാമുഖം നോക്കി നിന്നു. ശക്തി ഇതൊക്കെ കണ്ട് ചിരിയിൽ കോഫി ഊതി ഊതി കുടിച്ചിരുന്നു. ഡാ ഉണ്ണി, എഴുന്നേൽക്ക്. എന്താടി രാവിലെ തന്നെ? ദാ കോഫി. ഉണ്ണി കണ്ണു തിരുമ്പി അവളെ ഒന്ന് നോക്കിയതും താഴേക്കൊരൊറ്റ ഓട്ടം ആയിരുന്നു. അവൻ്റെ ഓട്ടം കണ്ട് ആരു കാര്യമറിയാൻ അവൻ്റെ പിന്നാലെ ഓടി. ഡാ മോനെ, എന്തിനാ ഓടുന്നത്? കാക്ക വല്ലതും മലർന്ന് പറക്കുന്നുണ്ടോ എന്ന് നോക്കാനാ. ഡോ, നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങൂ. ആരു ദേഷ്യത്തിൽ പറഞ്ഞ് ചാടിത്തുള്ളി പോയതും ശക്തിയും ഉണ്ണിയും അച്ഛനും ചിരിച്ചു നിന്നു. പിന്നെ ശക്തി പറഞ്ഞതെല്ലാം ആരു ആരോടും പരാതി പറയാതെ ശക്തിയെ പ്രാവി ചെയ്തു തീർത്തു. അന്ന് ശക്തി നീരവിൻ്റെ വീട്ടിലേക്ക് പോയതും രാത്രിയോടെ വീട്ടിലേക്ക് തിരിച്ച് ഈ സമയം എതിരെ വരുന്ന ലോറി ശക്തിയുടെ ബുള്ളറ്റ് ഇടിച്ച് തെറിപ്പിച്ചു.